കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിതീവ്ര മഴയും തത്സമയം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കൂത്താട്ടുകുളം നഗരസഭയിൽ ആധുനിക മഴമാപിനി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ പ്രദേശത്തുണ്ടാകുന്ന മഴയുടെ കൃത്യമായ തീവ്രത അളക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും. മഴമാപിനി യാഥാർത്ഥ്യമാകുന്നതോടെ ഇവയുടെ പ്രയോജനം ലഭിക്കുക പ്രാദേശിക കർഷകർക്കാണ്. കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന്റെ തീവ്രത ശാസ്ത്രീയമായി വിലയിരുത്തുവാൻ പ്രാദേശിക മഴയുടെ അളവ് അറിയുന്നതിന് സഹായിക്കും. ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന മഴയുടെ അളവ് കൃത്യമായി പരിശോധിച്ച ശേഷം പ്രദേശത്തിന് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുവാനും കർഷകർക്ക് ഇതിലൂടെ സാധിക്കും. ജില്ലയിലെ വിവിധ നഗരസഭകളിലും പഞ്ചായത്തുകളിലും കൃഷിഭവനുകളുടെ മേൽനോട്ടത്തിലാണ് ഇത്തരം മഴമാപിനികൾ സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂത്താട്ടുകുളം കൃഷിഭവന് കീഴിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൃഷി ഓഫീസിൽ നിന്നും നഗരസഭയ്ക്ക് പ്രൊജക്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യുകയും പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. കൂത്താട്ടുകുളം KSRTC സബ് ഡിപ്പോയ്ക്ക് സമീപം നഗരസഭാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം പണിയുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്താണ് മഴമാപിനി സ്ഥാപിക്കുന്നത്. പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലമാണോ ഇതെന്ന് പരിശോധിക്കുന്നതിനായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻജിയൻ ടെക്നോളജീസിന്റെ എറണാകുളം ഫീൽഡ് എക്സിക്യൂട്ടീവ് CA സിയോൺ കൂത്താട്ടുകുളത്തെത്തി സ്ഥല പരിശോധന നടത്തി. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ, കൂത്താട്ടുകുളം കൃഷി ഓഫീസർ അമിത K ജോർജ്, നഗരസഭാ കൌൺസിലർ ജോമി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് സാങ്കേതിക വിദഗ്ധന് സ്ഥലം കാണിച്ചു നൽകിയത്. മഴമാപിനി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രപ്പോസല് കൂത്താട്ടുകുളം കൃഷിഭവൻ വഴി നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു. ആ പ്രപ്പോസലിനെ സംബന്ധിച്ച് നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അവർ ചോദിച്ചത് ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മരങ്ങളുടെ മറവില്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏകദേശം 1/4 സെന്റ് സ്ഥലമാണ് ചോദിച്ചത്. 4x3 12 മീറ്റർ സ്ക്വയർ. ഇപ്പൊ നമുക്ക് ഇവിടെ നഗരസഭാ കാര്യാലയം പണിതതിന് ശേഷമുള്ള വരുന്ന സ്ഥലത്ത് മറ്റു മരങ്ങളോ അസൗകര്യങ്ങളോ ഇല്ലാത്ത ഇവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കാമെന്നുള്ള ഒരു പ്രപ്പോസലാണ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലിലേക്ക് വച്ചിട്ടുള്ളത്. ചെയർമാനുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇവിടെ എത്താതിരുന്നത്. അങ്ങനെ ഒരു മഴമാപിനി കൂത്താട്ടുകുളത്ത് സ്ഥാപിക്കാൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കളയേണ്ടതില്ല എന്നും സൗകര്യപ്രദമായി ഈ സൈറ്റില് സൗകര്യപ്രദമായ ഒരു സ്ഥലം 12 സ്ക്വയർ മീറ്റർ അവർക്ക് ലഭ്യമാക്കാമെന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത നഗരസഭയുടെ കൗൺസിൽ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഇവിടെ കഴിയുമെങ്കിൽ ഇവിടെ അതിന് പറ്റിയ സ്ഥലം കണ്ടെത്തി കൊടുക്കും. ഇവിടെ കാലാവസ്ഥ വ്യതിയാനവും അപ്രതീക്ഷിതമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിനാശം സംബന്ധിച്ച കാര്യങ്ങളുടെ ഒരു സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഈ എത്ര മില്ലിമീറ്റർ മഴ ഇവിടെ പെയ്തു എന്നുള്ളതിന്റെ ഒരു കണക്ക് കൂടി പരിഗണിക്കപ്പെടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നാടിനൊരു പ്രയോജനമുള്ള ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂത്താട്ടുകുളം നഗരസഭ സ്വീകരിക്കും. മഴ കൃത്യമായി അളക്കുന്നതിന് തടസ്സമില്ലാത്തതും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതുമായ തുറസായ സ്ഥലമാണ് ആവശ്യമെന്നും നഗരസഭ നിർദ്ദേശിച്ച സ്ഥലം പദ്ധതിക്ക് തികച്ചും അനുയോജ്യമാണെന്നും ഉദ്യോഗസ്ഥൻ വിലയിരുത്തി. ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. കേന്ദ്രവും കേരളവും കൂടി ഉള്ള ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം നമുക്ക് വേണ്ട സ്ഥലം ഏകദേശം 4x3 മീറ്റർ ആണ്. വർക്കിന്റെ പണി ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ മെയിൻ ഉപകാരങ്ങൾ എന്ന് വെച്ചാൽ കൃഷിഭവനാണ് ഇതിന്റെ ഉപകാരം. എത്ര മഴ ലഭിച്ചു, പിന്നെ കൃഷിനാശം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഈ ഡാറ്റയും അതിലൊരു പ്രധാന ഘടകമായിട്ട് ഉപയോഗിക്കും. നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഭരണപരമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയാൽ ഓഗസ്റ്റ് മാസത്തോടുകൂടി മഴമാപിനിയുടെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വെറും 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോളാർ പാനൽ, ഓട്ടോമേറ്റഡ് റെയിൻ സെൻസർ, സുരക്ഷാ ഫെൻസിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി മഴമാപിനി പ്രവർത്തന സജ്ജമാക്കുവാൻ സാധിക്കും. ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറയും.
ഇത് കൂടാതെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉണ്ട്. അത് ബ്ലോക്കിൽ ഒരെണ്ണമാണ് സ്ഥാപിക്കുന്നത്. നമ്മുടെ പിറവം ബ്ലോക്കില് പാമ്പാക്കുട കൃഷിഭവന്റെ കീഴിലാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ വരുന്നത്. ഈ മഴമാപിനി നമ്മളിവിടെ സ്ഥാപിക്കുന്ന മഴമാപിനി കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം ഓരോ ദിവസം മഴ ലഭിച്ചു, ആ മഴയുടെ അളവ്, ജലത്തിന്റെ അളവ്, അതുകൊണ്ട് നമുക്ക് കൃഷിനാശങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ഉപകാരപ്പെടും. അതുകൂടാതെ ഈ മഴയുടെ അളവ് നോക്കി നമുക്ക് കൃഷി വിത്തിടല്, അതുപോലെ കൃഷി എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ അടച്ച മഴയത്തൊക്കെ നമ്മൾ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കാറില്ല. അപ്പൊ അതിനെല്ലാം ഏറെ സഹായകരമാണ്. നമ്മുടെ ബ്ലോക്കിലൊരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് നമ്മുടെ ചൂട് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ അതിൽ അറിയാൻ പറ്റും. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.